നമ്മളൊരു റിയാലിറ്റി എങ്ങനെ കാണുന്നറിയോ? നമ്മളെ ബ്രെയിന് പാസ്റ്റിൽ എക്സ്പീരിയൻസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് റിയാലിറ്റി കാണാം. ഇപ്പൊ 8 മണിയാണ്. ഇന്ന് 10 മണി. ഇന്ന് 10 മണിക്ക് എന്താ നടക്കാൻ പോകുന്നതിലെ കാര്യം ഏകദേശം ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത് ഇന്നലെയും മിനിഞ്ഞാന്നെല്ലാം 10 മണിക്ക് എന്താ നടന്നതെന്ന് വിചാരിച്ചിട്ടാണ്. റിയാലിറ്റി അതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം പാസ്റ്റിൽ എക്സ്പീരിയൻസ് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ റിയാലിറ്റി കാണുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ് കാണുന്നത്. പാസ്റ്റിൽ എക്സ്പീരിയൻസ് ബ്രെയിൻ അങ്ങനെയാണ്. പാസ്റ്റ് എക്സ്പീരിയൻസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിയാലിറ്റി കാണുന്നത്. സോ നമ്മൾ വലിയ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് സ്റ്റക്ക് ആവും. നമ്മൾ വിചാരിക്കും ഇത് നമ്മളെക്കൊണ്ട് പറ്റുമോ? ഇത് റിയാലിറ്റി വെച്ച് നോക്കുമ്പം ഇത് നടക്കൂലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റക്ക് ആവും ആ ഒരു ഡിസിഷൻ എടുക്കാൻ. അങ്ങനെ സ്റ്റക്ക് ആവാൻ കാരണം ആ ഡിസിഷൻ നെഗറ്റീവ് ആയതുകൊണ്ടോ അത് നടക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നല്ല. ഇറ്റ് ജസ്റ്റ് ദാറ്റ് നമ്മുടെ ബ്രെയിന് അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ആ റിയാലിറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്നത് പാസ്റ്റ് എന്തോ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ്, ബാഡ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ്. പണ്ട് ഇതിൽ മാർക്ക് കുറവായിരുന്നല്ലോ, പണ്ട് ഞാൻ ഇത് ചെയ്തപ്പോ തെറ്റിപ്പോയില്ലല്ലോ, അപ്പം ഇതും തെറ്റിപ്പോകൂലേ എന്നാണ് ബ്രെയിൻ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ റിയാലിറ്റി ഒരു ഡിസിഷൻ എടുക്കാമോ വിചാരിക്കുന്നത് ഇത് എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ഇങ്ങനത്തെ ആളല്ല എന്ന് വിചാരിക്കുന്നത്. നമ്മൾ പാസ്റ്റിലെ സാധനങ്ങൾ കൊണ്ടാണ് ഇത് കാണുന്നത്, അതുകൊണ്ടാണ്. സോ നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ, വിചാരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ഡിസിഷൻ. കാരണം നമ്മൾ അധികം സ്റ്റക്ക് ആവുന്നത്, റിയാലിറ്റി അധികം സ്റ്റക്കായി പോകുന്നത് ബ്രെയിന് പാസ്റ്റിലെ കാര്യങ്ങൾ എടുത്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പാസ്റ്റിലെ കാര്യം എടുത്തു വെച്ച് കാര്യമില്ല. ഇറ്റ്സ് ഇൻ ദ പാസ്റ്റ്. അത് കഴിഞ്ഞ്, അതിൽ പറയുന്നത് അത് കഴിഞ്ഞ കാര്യം എന്നാണ്. പിന്നെ വരാൻ പോകുന്ന കാര്യം നോക്കിയിട്ടേ കാര്യമുള്ളൂ. സോ ജസ്റ്റ് ടേക്ക് ദ ഡിസിഷൻ ആൻഡ് ജസ്റ്റ് മേക്ക് ഇറ്റ് വർക്ക്.